ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് ഒമിറ്റഡ് മെഷർമെൻറ്റ്സിൻ്റെ അനദർ കേസാണ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാനുള്ളത് വെൻ ദ ആംഗിൾ ആസ് വെൽ ആസ് ദ ലെങ്ത് ഓഫ് ഡിഫറെൻറ്റ് സൈഡ്, നോട്ട് അഡ്ജസൻറ്റ് സൈഡ്, ഡിഫറെൻറ്റ് സൈഡ് മിസ്സിങ് ആവുന്ന ഒരു പ്രോബ്ലമാണ്. എ ഫോർ-സൈഡഡ് ട്രാവേഴ്സ് ABCD ഹാസ് ദ ഫോളോയിങ് ലെങ്ത് ആൻഡ് ബിയറിംഗ്. അപ്പോൾ അതിൻ്റെ ബിയറിങ്ങും ആസ് വെൽ ആസ് ദ ലെങ്ത് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. സൈഡ്സ് എന്ന് പറയുന്നത് AB, BC, CD ആൻഡ് DA ആണ്. അതേപോലെ ലെങ്ത്ത് 500 മീറ്റർ, 245 ആൻഡ് CDയുടെ ലെങ്ത്ത് കൊടുത്തിട്ടില്ല, ഷുഡ് ബി ഒബ്റ്റെയിൻഡ്, ആൻഡ് DAയുടെ ലെങ്ത്ത് 216 മീറ്റർ ആണ്. സിമിലർലി ദ ബിയറിംഗ് ഫോർ AB എന്ന് പറയുന്നത് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. ഇറ്റ് സെഡ് ദാറ്റ് റഫ്ലി ഈ സൈഡാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതർ സൈഡ്സിൻ്റെ ബിയറിംഗ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 178 ഡിഗ്രി, 270 ഡിഗ്രി ആൻഡ് 10 ഡിഗ്രി. ഓക്കെ, വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ ബിയറിംഗ് ഓഫ് AB ആൻഡ് ദ സൈഡ് CD എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. നിങ്ങൾക്കൊരു ഫിഗർ, ട്രാവേഴ്സിൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട് ഇവിടെ. ABCD എന്ന് പറയുന്നതാണ് ട്രാവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അഫക്റ്റഡ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് AB ആൻഡ് CD ആണ്, വിച്ച് ഇസ് നോട്ട് അഡ്ജസൻറ്റ്. ഇപ്പോൾ നോട്ട് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള വരുന്ന കേസാണ്. അപ്പോൾ ഫോർ ബ്രിങ്ങിങ് AB അഡ്ജസൻറ്റ് ടു CD, ABയും CDയും അഡ്ജസൻ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് വി വിൽ ബി ഡ്രോയിങ് എ ലൈൻ, AC' എന്ന് പറയുന്ന ലൈൻ വിച്ച് ഇസ് ഈക്വൽ ആൻഡ് പാരലൽ ടു BC എന്നുള്ളൊരു കണ്ടീഷനാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ദ ലൈൻ CC' എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ആൻഡ് പാരലൽ ടു BA ആൻഡ് അഡ്ജസൻറ്റ് ടു CD. സോ ദ ലൈൻ CD ബിക്കംസ് ദ ക്ലോസിംഗ് ലൈൻ ഓഫ് ദ ട്രാവേഴ്സ് AC'D. ഓക്കെ, അപ്പോൾ ഫോർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്തു, ആദ്യം AC'D എന്ന് പറഞ്ഞ ട്രാവേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് C'D എന്ന് പറഞ്ഞത് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഇവിടെ നിങ്ങൾക്ക് ആ ട്രാവേഴ്സ് വരച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ ട്രാവേഴ്സ് എന്ന് പറയുന്നത് ABCD എന്ന് പറഞ്ഞ ട്രാവേഴ്സാണ്. പക്ഷേ ഇതിൽ AB എന്ന് പറഞ്ഞ ലൈനിൻ്റെ ബിയറിങ്ങും നമുക്കറിയില്ല, CD എന്ന് പറഞ്ഞ ലൈനിൻ്റെ ലെങ്ത്തും അറിയില്ല, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അഡ്ജസൻറ്റ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മളൊരു പോയിൻ്റ് എടുക്കുകയാണ്, C' എന്ന് പറഞ്ഞ പോയിൻ്റ്. ഓക്കെ, C' എന്ന് പറഞ്ഞ പോയിൻ്റ് എടുക്കുകയാണ്. ദെൻ വിൽ ബി ജോയിനിങ് ദ പോയിൻറ്റ് C ആൻഡ് C'. സോ ദാറ്റ് ഈ C' എന്ന് പറഞ്ഞ ലൈൻ ഇസ് ഈക്വൽ ആൻഡ് പാരലൽ ടു ABയോട് ഈക്വലും പാരലലുമാണ്. ദെൻ ഇഫ് യു ആർ ജോയിനിങ് A എന്ന് പറയുന്ന പോയിൻറ്റ് ആൻഡ് C' ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ AC' എന്ന് പറയുന്നത് വിൽ ബി പാരലൽ ടു BC എന്ന് പറഞ്ഞ ലൈന് പാരലലായിരിക്കും. സോ ഇവിടെ നോക്കൂ, 1 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. AB ആൻഡ് C' എന്ന് പറഞ്ഞ ലൈൻ ദേ വിൽ ബി പാരലൽ ആൻഡ് ഈക്വൽ. അതേപോലെ തന്നെ BC എന്ന് പറഞ്ഞ ലൈൻ 2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു AC', ദാറ്റ് ഈസ് അഗെയിൻ മാർക്ക്ഡ് ആസ് 2. അപ്പോൾ ഈ രണ്ട് ലൈൻസ് പാരലൽ ആൻഡ് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് വി ആർ ടേക്കിംഗ് ദ ക്ലോസ്ഡ് ട്രാവേഴ്സ് ADC'. ഈ ട്രാവേഴ്സ് നമ്മൾ എടുത്തിട്ട് അവിടുത്തെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും ലൈക്ക് ദ നോർമലി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് വാട്ട് ഇസ് ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് ദ അൺനോൺ സൈഡ്. ഓക്കെ, ഫോർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ഈ സൈഡുകളുടെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കാണാം. AC' എന്ന് പറയുന്നത് ഇസ് പാരലൽ ആൻഡ് ഈക്വൽ ടു BC ആയതുകൊണ്ട് തന്നെ BCയുടെ ലെങ്ത്തും ബിയറിംഗ് ആയിരിക്കും നമ്മൾ AC' സോൾവ് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ടാവുക. ഓക്കെ, സോ വി ക്യാൻ ഫൈൻഡ് വാട്ട് ഇസ് ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് ദ ക്ലോസ്ഡ് ട്രാവേഴ്സ് DAC' എന്ന ട്രാവേഴ്സിൻ്റെ. ഓരോ ലൈൻ്റെയും ലാറ്റിറ്റ്യൂഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം DA എന്ന് പറഞ്ഞ ലൈൻ്റെ എടുക്കാം. അപ്പോൾ DA പറഞ്ഞ ലൈൻ്റെ ലാറ്റിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല L cos θ ആണ്. L cos θ is equal to L എന്ന് പറയുന്നത് 216 മീറ്റർ ആണ് ഇൻറ്റു cos 10 ഡിഗ്രി. സോ 212.71 ആണ് നമുക്ക് ലാറ്റിറ്റ്യൂഡ് കിട്ടുന്നത്. സിമിലർലി L sin θ ആണ് ഡിപ്പാർച്ചർ കണ്ടുപിടിക്കേണ്ടതിൻ്റെ ഫോർമുല. സോ 216 ഇൻറ്റു സൈൻ 10 ഡിഗ്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 37.51 ആണ് നമ്മുടെ ഡിപ്പാർച്ചർ കിട്ടുന്നത്. അടുത്ത ലൈൻ AC' അല്ലെങ്കിൽ BCയോട് ഈക്വൽ ആയിട്ടുള്ള ആ ലൈനിൻ്റെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 245 ഇൻറ്റു cos 178 ഡിഗ്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് ലൈക്ക്
-239.64 എന്നുള്ളൊരു വാല്യൂ ആണ് കിട്ടുന്നത്. അതേപോലെ ഡിപ്പാർച്ചർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 245 ഇൻറ്റു സൈൻ 178 ഡിഗ്രി ചെയ്യുന്ന സമയത്ത് വി ഗെറ്റ് ഇറ്റ് ആസ് +50.94. അപ്പം ലാറ്റിറ്റ്യൂഡ് ഓഫ് ഡിപ്പാർച്ചർ ഓഫ് ഡി എ ആൻഡ് എ സി ഡാഷ് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സി ഡാഷ് ഡി എന്ന് പറഞ്ഞ സൈഡിൻ്റെ ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. സമ്മേഷൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 0, സമ്മേഷൻ ഓഫ് ഡിപ്പാർച്ചർ ഇസ് ഈക്വൽ ടു 0 കണ്ടീഷൻ. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സി ഡാഷ് ഡി ലാറ്റിറ്റ്യൂഡ് വിച്ച് ഇസ് ഈക്വൽ ടു 26.93 ആണ് വരുന്നത്. സിമിലർലി ഡിപ്പാർച്ചർ ഓഫ് സി ഡാഷ് ഡി എന്ന് പറയുന്നത് വി ഗെറ്റ് ഇറ്റ് ആസ് -88.45 ആണ് കിട്ടുന്നത്. ഓക്കെ, ഫ്രം ദാറ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് ഇസ് ദ തീറ്റ വാല്യൂ, അല്ലെ ആംഗിൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഡിപ്പാർച്ചർ ബൈ ലാറ്റിറ്റ്യൂഡ് ആണ്. ഡിപ്പാർച്ചർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 88.45 ആണ്. ഡിവൈഡഡ് ബൈ 26.93 ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 73 ഡിഗ്രി 4 മിനിറ്റ് ആണ് അതിൻ്റെ ബിയറിംഗ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഈ കിട്ടിയിട്ടുള്ള ബിയറിംഗ് എന്ന് പറയുന്നത് ഇസ് എൻ റെഡ്യൂസ്ഡ് ബെയറിംഗ് ആണ്. സോ നമുക്ക് ഹോൾ സർക്കിൾ ബെയറിംഗ് കാണണമെങ്കിൽ അതിൻ്റെ ക്വാഡ്രൻറ്റ് മനസ്സിലാക്കണം. അതൊരു നോർത്ത് വെസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. ഓക്കെ, നോർത്ത് വെസ്റ്റ് ക്വാഡ്രൻറ്റാണ്. കാരണം സി ഡാഷ് ഡി ആൻഡ് സി ഡാഷ് ഡിയുടെ ഡിപ്പാർച്ചർ ആൻഡ് ലാറ്റിറ്റ്യൂഡ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലാറ്റിറ്റ്യൂഡ് പോസിറ്റീവും ഡിപ്പാർച്ചർ നെഗറ്റീവാണ്. സോ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇറ്റ് ഈസ് ഇൻ നോർത്ത് വെസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. ഹെൻസ് ദ ആംഗിൾ വിൽ ബി ഈക്വൽ ടു 286 ഡിഗ്രി 56 മിനിറ്റ് ആണ് നമ്മുടെ ഹോൾ സർക്കിൾ ബിയറിംഗ് ആയിട്ട് കിട്ടുന്നത്. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ എത്രയാണ്. അത് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് സൈൻ റിലേഷൻ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ആംഗിളുകൾ കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. ഓക്കെ, സോ വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഇസ് ദ ബീറ്റ ആംഗിൾ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്? ബീറ്റ ആംഗിൾ എന്ന് പറയുന്ന സമയത്ത് നമുക്കതറിയാൻ പറ്റും. 270 ഡിഗ്രി, അതായത് ഫോർബെയറിംഗ് ഓഫ് സി ഡി എന്ന് പറഞ്ഞ ലൈൻ -180 ഡിഗ്രി -73 ഡിഗ്രി 4 മിനിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിൽ ബി ഗെറ്റിംഗ് 16 ഡിഗ്രി 56 മിനിറ്റ് ആസ് ആംഗിൾ ബീറ്റ. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ കൂടെ ബീറ്റ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമുക്കറിയാം 90 പ്ലസ് ബീറ്റ ഇസ് ഈക്വൽ ടു ബാക്ക് ബെയറിംഗ് ഓഫ് സി ഡാഷ് ഡി ആണ്, അല്ലേ? ബാക്ക് ബെയറിംഗ് ഓഫ് സി ഡാഷ് ഡി എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 90 പ്ലസ് ബീറ്റ ഡിഗ്രി ആണ് വരുന്നത്. ഹെൻസ് ബീറ്റ ഇസ് ഈക്വൽ ടു 286 ഡിഗ്രി 56 മിനിറ്റ് -180 -90 ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന വാല്യൂ 16 ഡിഗ്രി 56 മിനിറ്റ് ആണ്. സോ നമുക്ക് ബീറ്റ എത്രയാണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സി ഡാഷ് ഡി ആണ്. അതിൻ്റെ ഫോർമുല L sec theta ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 26.93 73 ഡിഗ്രി 4 മിനിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 92.47 ആണ്. ഓക്കെ, സോ ലെങ്ത്തും കിട്ടി, ബീറ്റയും കിട്ടി. നെക്സ്റ്റ് നമുക്ക് സൈൻ റിലേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ആംഗിൾസുകൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ എടുത്ത ട്രയാങ്കിൾ സി ഡാഷ് എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ്. ഫ്രം ദാറ്റ് വി ക്യാൻ അറൈവ് ആൻ ഇക്വേഷൻ സി ഡാഷ് ഡിവൈഡഡ് ബൈ സൈൻ ബീറ്റ ഇസ് ഈക്വൽ ടു ഡി സി ഡാഷ് ബൈ സൈൻ ആൽഫ. സോ അതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ബീറ്റയുടെ വാല്യൂ അറിയാം, അതിൽ നിന്ന് നമുക്ക് ആൽഫയുടെ വാല്യൂ എത്രയാണെന്നുള്ളത് ഈ റിലേഷൻ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ സി ഡാഷിയുടെ വാല്യൂവും എല്ലാം നമുക്ക് അറിയുന്നതാണ്. ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫ്രം ദാറ്റ് വി ഗെറ്റ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ആൽഫ. ആൽഫ ഇസ് ഈക്വൽ ടു 3 ഡിഗ്രി 55 മിനിറ്റ് എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ആൽഫയുടെ വാല്യൂ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ബിയറിംഗ് ഓഫ് ബി എ ആസ് വെൽ ആസ് ബിയറിംഗ് ഓഫ് എ ബി എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബിയറിംഗ് ഓഫ് ബി എ ഇസ് ഈക്വൽ ടു ബിയറിംഗ് ഓഫ് സി ഡാഷ് വിച്ച് ഇസ് ഈക്വൽ ടു 270 ഡിഗ്രി -3 ഡിഗ്രി 55 മിനിറ്റ് ചെയ്യുന്ന സമയത്ത് വിൽ ബി ഗെറ്റിംഗ് 266 ഡിഗ്രി 5 മിനിറ്റ് ആണ് കിട്ടുന്നത്. സിമിലർലി ദ ബിയറിംഗ് ഓഫ് എ ബി എന്ന് പറഞ്ഞ ലൈനിൻ്റെ വിൽ ബി ഈക്വൽ ടു 266 ഡിഗ്രി 5 മിനിറ്റ് -180 ഡിഗ്രി. സോ വി ഗെറ്റ് ഇറ്റ് ആസ് 86 ഡിഗ്രി 5 മിനിറ്റ്സ് ആണ്. അങ്ങനെ ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ 2 ആംഗിൾ അൺനോൺ ആയിരുന്നു, അതും കാൽക്കുലേറ്റ് ചെയ്തു. സിമിലർലി ഒരു ലെങ്ത്തും അൺനോൺ ആയിരുന്നു, അതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം.
The following observations were taken from station P and Q, line PA, PQ and QB എന്നിങ്ങനെ 3 സൈഡ്സിൻ്റെ ലെങ്ത്തും ബിയറിങ്ങും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ആൻഡ് ബിയറിംഗ് ഓഫ് AB and also the angle PAB and angle QBA എന്നിങ്ങനെ 2 സൈഡ്സിൻ്റെ ആംഗിളുകളും അതേപോലെ ഒരു സൈഡിൻ്റെ ലെങ്ത്തുമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ തന്നിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് ഇസ് എൻ ഓപ്പൺ ട്രാവേഴ്സ്. സോ ഫോർ ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് ദ അൺനോൺ ആംഗിൾ ആസ് വെൽ ആസ് ദ ലെങ്ത് വി നീഡ് ടു ക്ലോസ് ദ ട്രാവേഴ്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, AB എന്ന് പറഞ്ഞ സൈഡ് ഒരു ഡോട്ടഡ് ലൈൻ വെച്ച് ക്ലോസ് ചെയ്യാം. നൗ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ട്രാവേഴ്സ് അല്ലേ. ക്ലോസ്ഡ് ട്രാവേഴ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള സൈഡിലുള്ള ലെങ്ത്തും അതുപോലെ തന്നെ ആംഗിൾ എന്നുള്ളത് മെഷർ ചെയ്യാനായിട്ട്. The reduced bearing of BQ and QP will be numerically equal to that of QB and PQ. ഇവിടെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം റെഡ്യൂസ്ഡ് ബെയറിങ്ങിൽ എഴുതുന്ന സമയത്ത് അവിടെ ഒരു ലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈനിൻ്റെ ആംഗിൾസ് എന്ന് പറയണത് സെയിം തന്നെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ലൈന് BQ ആണെന്നുണ്ടെങ്കിൽ ആ BQയുടെ ബെയറിങ് ഇഫ് ഇറ്റ് ഈസ് ഇൻ ദ റെഡ്യൂസ്ഡ് ബെയറിങ് വിൽ ബി ഈക്വൽ ടു ദാറ്റ് ഓഫ് QB അല്ലേ. പക്ഷേ ക്വാഡ്രൻറ്റ് മാത്രമായിരിക്കും ചേഞ്ച് ആവുക, ആംഗിളുടെ വാല്യൂ സെയിം തന്നെ ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ BQ എടുത്തു കഴിഞ്ഞാൽ ആ BQയുടെ റെഡ്യൂസ്ഡ് ബെയറിങ്ങിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ദാറ്റ് ഓഫ് QB ആയിരിക്കും. അതേപോലെ തന്നെ QP എന്ന് പറഞ്ഞ ലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റെഡ്യൂസ്ഡ് ബെയറിങ്ങിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ദ റെഡ്യൂസ്ഡ് ബെയറിങ് ഓഫ് PQ. പക്ഷേ അതിൻ്റെ ക്വാഡ്രൻറ്റ് മാത്രം ആയിരിക്കും ചേഞ്ച് ആവുക. അതായത് സൗത്ത് ഈസ്റ്റ് ആണെങ്കിൽ സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ആണോ നോർത്ത് വെസ്റ്റ് ആണോ സൗത്ത് വെസ്റ്റ് ആണോ ആ ഒരു കണ്ടീഷൻ മാത്രമായിരിക്കും അവിടെ ചേഞ്ച് ആയിട്ട് വരുന്നത്. അപ്പോൾ അതാണ് ഇവിടെ അവർ ഇക്വേറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ദ റെഡ്യൂസ്ഡ് ബെയറിങ് ഓഫ് BQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് റെഡ്യൂസ്ഡ് ബെയറിങ്? QBയുടെ സൈൻ മാത്രം ചേഞ്ച് ചെയ്തിട്ടാൽ മതി അല്ലേ. QBയുടെ എത്രയായിരുന്നു റെഡ്യൂസ്ഡ് ബെയറിങ്? നോർത്ത് 50 ഡിഗ്രി 50 മിനിറ്റ്സ് വെസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ റെഡ്യൂസ്ഡ് ബെയറിങ് ഓഫ് BQ എടുക്കുന്ന സമയത്ത് സൗത്ത് 50 ഡിഗ്രി 15 മിനിറ്റ്സ് ഈസ്റ്റ് ആയിട്ടായിരിക്കും എടുക്കുക. അതേപോലെ റെഡ്യൂസ്ഡ് ബെയറിങ് ഓഫ് QP എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു സൗത്ത് 30 ഡിഗ്രി 30 മിനിറ്റ് വെസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഫ്രം ദാറ്റ് വിൽ ബി ഗെറ്റിംഗ് വാട്ട് ഇസ് ദ റെഡ്യൂസ്ഡ് ബെയറിംഗ് ഓഫ് ദ ലൈൻ BQ ആൻഡ് റെഡ്യൂസ്ഡ് ബെയറിംഗ് ഓഫ് QP എന്ന് പറഞ്ഞ ലൈൻ നമുക്ക് കിട്ടി. വേർ L എന്ന് പറഞ്ഞാൽ എന്താണ്? വി ക്യാൻ ടേക്ക് ദ ലെങ്ത് ഓഫ് AB ആയിട്ട് എടുക്കാം. വേർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയറിംഗ് ഓഫ് AB ആയിട്ട് എടുക്കാം. ഇൻ എ ക്ലോസ്ഡ് ട്രാവേഴ്സ് നമുക്കറിയാം ദ ഓൾജിബ്രിക് സം ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ മസ്റ്റ് ബി ഈക്വൽ ടു 0 അല്ലേ. ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറുടെ സമ്മ് 0 ആണെന്ന് നമുക്കറിയാം. ഹെൻസ് വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഇസ് ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് ഈച്ച് ലൈൻ. അപ്പോൾ ഓരോ ലൈൻ്റെയും ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും നമുക്ക് തനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, സോ ഞാൻ ഓരോ സൈഡായിട്ട് എഴുതി BQ, QP, PA ആൻഡ് AB. ഓരോന്നിൻ്റെയും ലെങ്ത്ത് നമ്മൾ എഴുതി 150.5. QPയുടെ ലെങ്ത്ത് 200 ആണ്. PAയുടെ ലെങ്ത്ത് 125 മീറ്റർ ആണ്. ABയുടെ ലെങ്ത്ത് നമുക്കറിയില്ല, സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് L. ദെൻ വി ക്യാൻ റൈറ്റ് വാട്ട് ഇസ് ദ റെഡ്യൂസ്ഡ് ബെയറിംഗ്. റെഡ്യൂസ്ഡ് ബെയറിംഗ് നമുക്ക് അറിയാമല്ലേ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം BQയുടെ എഴുതി. BQയുടെ റെഡ്യൂസ്ഡ് ബെയറിംഗ് ഏതാണ്? സൗത്ത് 50 ഡിഗ്രി 15 മിനിറ്റ് ആണ് അതിൻ്റെ റെഡ്യൂസ്ഡ് ബെയറിംഗ് ആയിട്ട് വരുന്നത്. അതേപോലെ QP എന്ന് പറഞ്ഞ ലൈനിൻ്റെ റെഡ്യൂസ്ഡ് ബെയറിംഗ് എന്ന് പറയുന്നത് ഇസ് 30 ഡിഗ്രി 30 മിനിറ്റ്സ് വിച്ച് കംസ് ഇൻ ദ സൗത്ത് വെസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അതേപോലെ PAയുടെ ലൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സൗത്ത് 60 ഡിഗ്രി 30 മിനിറ്റ്സ് വെസ്റ്റ് ആണ് വരുന്നത്. AB എന്ന് പറഞ്ഞ ലൈനിൻ്റെ റെഡ്യൂസ്ഡ് ബെയറിംഗ് നമുക്ക് അറിയില്ല, ഹെൻസ് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് തീറ്റ ആയിട്ട് നമുക്ക് എടുക്കാം. ഫ്രം ദിസ് ലെങ്ത് ആൻഡ് ബിയറിംഗ് വി ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് ഇസ് അവർ ലാറ്റിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡിപ്പാർച്ചർ. ലാറ്റിറ്റ്യൂഡിൻ്റെ ഫോർമുല L കോസ് തീറ്റയാണ് വരുന്നത്. അതേപോലെ തന്നെ ഡിപ്പാർച്ചറുടെ ഫോർമുല L സൈൻ തീറ്റയാണ്. ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും ഓരോ ലൈൻ്റെയും കാൽക്കുലേറ്റ് ചെയ്യുക. സോ വി വിൽ ബി ഗെറ്റിംഗ് ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഡിപ്പാർച്ചർ ഓഫ് ദ ഈച്ച് ലൈൻ. റെഡ്യൂസ്ഡ് ബെയറിങ്ങിലാണ് ആംഗിൾ കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ സൈൻ കൺവെൻഷൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. AB എന്ന് പറഞ്ഞ ലൈനിൻ്റെ
എൽ കോസ് തീറ്റ, അതായത് ലാറ്റിറ്റ്യൂഡും ഡിപ്പാർച്ചറും മാത്രമായിരിക്കും നമ്മുടെ അൺനോൺ വാല്യൂ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്കറിയാം സമ്മേഷൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് വിൽ ബി ഈക്വൽ ടു 0, സമ്മേഷൻ ഓഫ് ഡിപ്പാർച്ചർ ഇസ് ഈക്വൽ ടു 0 ഇൻ ദ കേസ് ഓഫ് എ ക്ലോസ്ഡ് ട്രാവേഴ്സ്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് സം ഓഫ് ലാറ്റിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 0 എടുത്തു, അതേപോലെ സം ഓഫ് ഡിപ്പാർച്ചർ ഇസ് ഈക്വൽ ടു 0 എടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൽ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 330.11 എന്നുള്ളൊരു വാല്യൂവും എൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 94.58 എന്നുള്ളൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. We know that tan theta is equal to departure divided by latitude ആണ്. So by taking 94.58 divided by 330.11 we will be getting what is our theta of angle A എത്രയാണെന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, the bearing of AB is equal to 15 degree 59 minute ആണ്. റെഡ്യൂസ്ഡ് ബെയറിംഗിലാണ് കിടക്കുന്നത്. സോ ഹെൻസ് സിൻസ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് വാല്യൂ അത് നോർത്ത് ഈസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. ലെങ്ത്ത് കാണാനായിട്ട് നമുക്കറിയാം ലെങ്ത്ത് എൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ലാറ്റിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ഡിപ്പാർച്ചർ സ്ക്വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെങ്ത്ത് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 330.11 സ്ക്വയർ പ്ലസ് 94.58 സ്ക്വയർ ചെയ്യുന്ന സമയത്ത് വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ആസ് 343.39 മീറ്റർ. കറൻ്റ്ലി നമുക്ക് ലെങ്ത് ഓഫ് എ ബി കിട്ടിക്കഴിഞ്ഞു. അതേപോലെ തന്നെ എ ബിയുടെ തീറ്റയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു, അതായത് ആംഗിൾ നമുക്ക് കിട്ടി. അപ്പോൾ ഫ്രം ദ ബെയറിംഗ് ഓഫ് എ ബി വി ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് ഇസ് ദ ആംഗിൾ പി എ ബി ആസ് വെൽ ആസ് ആംഗിൾ ക്യു ബി എ എന്നുള്ള സൈഡ്സിൻ്റെ ആംഗിൾസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ആംഗിൾ പി എ ബി ഇസ് ഈക്വൽ ടു ബാക്ക് ബെയറിംഗ് ഓഫ് എ പി മൈനസ് ഫോർ ബെയറിംഗ് ഓഫ് എ ബി ആണ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് 60 ഡിഗ്രി 30 മിനിറ്റ്സ് മൈനസ് 15 ഡിഗ്രി 59 മിനിറ്റ് 50 ഡിഗ്രി 15 മിനിറ്റ് പ്ലസ് 15 ഡിഗ്രി 59 മിനിറ്റ് ഇസ് ഈക്വൽ ടു 66 ഡിഗ്രി 14 മിനിറ്റിന് നമുക്ക് കിട്ടി. സോ നമ്മളിവിടെ അൺനോൺ ആയിട്ടുണ്ടായിരുന്നത് എ ബിയുടെ ലെങ്ത് ആയിരുന്നു, അതും കാൽക്കുലേറ്റ് ചെയ്തു. അതേപോലെ ആംഗിൾ പി എ ബി ആൻഡ് ആംഗിൾ ക്യു ബി എ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത്, അത് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ എടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇക്വിലിബ്രിയം കണ്ടീഷൻ തന്നെയാണ്. സമ്മേഷൻ ഓഫ് ലാറ്റിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 0, സമ്മേഷൻ ഓഫ് ഡിപ്പാർച്ചർ ഇസ് ഈക്വൽ ടു 0 എന്നുള്ളൊരു കണ്ടീഷൻ തന്നെയാണ് ഇവിടെ എടുത്ത് ചെയ്തിരിക്കുന്നത്.